നമസ്കാരം. ശൈത്യകാലത്തിനിടെ രാജ്യതലസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 70 അംഗ നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5-ന്, അതായത് ബുധനാഴ്ച നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 8-ന് വോട്ടെണ്ണൽ നടക്കും. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ കാലാവധി ഫെബ്രുവരി 23-ന് അവസാനിക്കാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം. 70 അംഗ നിയമസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് 62 സീറ്റുകളും BJPക്ക് 8 സീറ്റുകളുമാണ് ഉള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളും BJP തന്നെ നിലനിർത്തിയിരുന്നു. അതേസമയം ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള AIP തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു മുഴം മുൻപേ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 2015 മുതൽ ഡൽഹിയിൽ ഭരണം തുടരുന്ന ആം ആദ്മി പാർട്ടിക്ക് ഇക്കുറി അഭിമാന പോരാട്ടം കൂടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റ് നേരിട്ട കെജ്രിവാളിനും തെരഞ്ഞെടുപ്പിലെ അനുകൂല ജനവിധി അനിവാര്യമാണ്. ഇനി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന തീയതികൾ, ഓർത്തു വയ്ക്കേണ്ട ആ തീയതികൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലവിൽ വരുന്നത് ജനുവരി 10-ാം തീയതിയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാന തീയതി ജനുവരി 17-ന്. നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടക്കുന്നത് ജനുവരി 18-നാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജനുവരി 20-നാണ്. വോട്ടെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി 5-ാം തീയതിയാണ്. വോട്ടെണ്ണൽ നടക്കുന്നത് ഫെബ്രുവരി 8-ാം തീയതിയാണ്. 2015-ൽ 67 സീറ്റുകൾ നേടിയായിരുന്നു ആം ആദ്മി പാർട്ടി ആദ്യമായി രാജ്യ തലസ്ഥാനം പിടിച്ചെടുത്തത്. 2020-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം 62-ആയി കുറഞ്ഞെങ്കിലും മികച്ച സീറ്റ് നിലയിൽ തന്നെ ഭരണം നിലനിർത്താൻ അവർക്ക് സാധിച്ചു. മൂന്നാം തവണയും ഭരണത്തിൽ ഏറാനായി ജനകീയ പ്രഖ്യാപനങ്ങളടക്കം നടത്തിയാണ് AIP കളം നിറയുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2 അക്കം കടക്കാൻ സാധിക്കാത്ത BJP ഇക്കുറി ഡൽഹി പിടിച്ചെടുക്കാൻ അരയും തലയും മുറുക്കിയാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് സമാനമായി BJPയും നേരത്തെ തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഡൽഹിക്കായി 12,200 കോടി രൂപയുടെ വമ്പൻ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ മോദിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയും നടന്നതോടെ BJP പ്രവർത്തകർക്ക് ആവേശം ഇരട്ടിയാവുകയായിരുന്നു. തുടർച്ചയായ 15 വർഷം ഭരണത്തിൽ ഇരുന്നെങ്കിലും നിലവിൽ ഡൽഹിയിൽ ചിത്രത്തിലില്ലാത്ത കോൺഗ്രസിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അഭിമാന പ്രശ്നം കൂടിയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AIPയുമായി സഖ്യം ചേർന്ന് മത്സരിച്ചിരുന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കാണ് കോൺഗ്രസിന്റെ പോരാട്ടം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ ഡൽഹിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടികൾ കളം നിറഞ്ഞിരുന്നു. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ ന്യൂഡൽഹി മണ്ഡലത്തിൽ BJPക്കായി വെസ്റ്റ് ഡൽഹി മുൻ MP പർവേഷ് സാഹിബ് സിംഗും കോൺഗ്രസിനായി മുൻ MP സന്ദീപ് ദീക്ഷിതുമാണ് മത്സരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകനാണ് സന്ദീപ് ദീക്ഷിത്. മുഖ്യമന്ത്രി അതിഷി മർലേനയ്ക്കെതിരെ കൽക്കജ് സീറ്റിൽ കോൺഗ്രസിനായി അൽക്ക ലാംബയും BJPക്കായി രമേശ് ബിധൂരിയുമാണ് മത്സര രംഗത്ത് ഉള്ളത്.